നമസ്കാരം, ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ വ്യക്തമായ നിലപാടുകൾ ബാക്കിവെച്ച് വിടവാങ്ങിയ മലയാളത്തിന്റെ മഹാസാഹിത്യകാരന് ആദരാഞ്ജലി. ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു MT വാസുദേവൻ നായർ അന്തരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിവരെ അന്തിമോപചാരം അർപ്പിച്ച ശേഷം 5 മണിയോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. MTയോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്തെ 2 ദിവസത്തെ ദുഃഖാചരണം ഇന്നും നാളെയും നടത്താനിരുന്ന എല്ലാ സർക്കാർ പരിപാടികളും റദ്ദാക്കി. മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ ഒഴിവാക്കിയാണ് ദുഃഖാചരണം. അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ. കേരളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് അയർലൻഡിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ മലയാളം. അയർലൻഡിലെ മലയാളികളുടെ പേരിൽ MTയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നതായി മലയാളം സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. 2009 മലയാളം സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് വിദ്യാരംഭം ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് MT ഡബ്ലിനിൽ എത്തിയതെന്നും സംഘാടകർ ഓർക്കുന്നു. ബോക്സിംഗ് ഡേ സ്പോർട്സ് മത്സരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വാതുവയ്പ് പരസ്യങ്ങളുടെ അതിപ്രസരത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി NHS. ബ്രിട്ടനിൽ വർദ്ധിച്ചു വരുന്ന ചൂതാട്ടമെന്ന അപകടത്തെ ഇത് കൂടുതൽ വഷളാക്കുമെന്നും NHS മേധാവികൾ മുന്നറിയിപ്പ് നൽകുന്നു. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരക്കാർക്ക് മതിയായ പരിചരണം നൽകുന്നതിന് ആരോഗ്യ സേവന മേഖല ഒരു യുദ്ധം നേടുകയാണെന്നും സൂചനയുണ്ട്. NHS കഴിഞ്ഞ വർഷം ചൂതാട്ട ആസക്തി ബാധിച്ചവരെ സഹായിക്കാൻ നടത്തുന്ന സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കുകളുടെ എണ്ണം 8 നിന്നും 15 ഉയർത്തിയിരുന്നു. വെളുത്ത തലയും മഞ്ഞക്കൊക്കുമുള്ള ഇരപിടിയൻ കഷണ്ടി പരുന്തിന് US ആദരം നൽകിക്കൊണ്ടുള്ള നിയമത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചു. ഇതോടെ ഇരപിടിയൻ കഷണ്ടി പരുന്തിനെ ഔദ്യോഗികമായി USന്റെ ദേശീയ പക്ഷിയെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞയാഴ്ച US കോൺഗ്രസ് ബിൽ പാസ്സാക്കുകയും ഒപ്പിടാൻ ബൈഡന്റെ അടുത്തേക്ക് അയക്കുകയുമായിരുന്നു. 1782 മുതൽ USന്റെ ഗ്രേറ്റ് സീലിൽ USലെ രേഖകളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഈ പക്ഷി വർഷങ്ങളായി USൽ ദേശീയ ചിഹ്നമാണ്. ബ്രിട്ടനിലെ ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന ക്യാൻസലേഷൻ തടസ്സങ്ങൾ റെക്കോർഡ് തലത്തിലേക്ക് ഉയരുന്നു. കഴിഞ്ഞ 12 മാസത്തിനിടെ 4% സർവീസുകളാണ് ഇങ്ങനെ റദ്ദാക്കിയത്. 2024 നവംബർ 9 വരെ 4 ലക്ഷത്തിലധികം സർവീസുകൾ പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കി. വടക്കൻ ഇംഗ്ലണ്ടിലെ യാത്രക്കാരാണ് തടസ്സത്തിന്റെ ദുരിതമേറെ അനുഭവിക്കുന്നത്. റെഗുലേറ്റർ ഓഫീസ് ഓഫ് റെയിൽ ആൻഡ് റോഡ് കണക്കുകൾ പ്രകാരം മിക്ക സർവീസുകളും സർവീസിന് തൊട്ട് മുമ്പാണ് റദ്ദാക്കിയത്. തൈവാൻ രാഷ്ട്രീയത്തിലെ വളർന്നുവരുന്ന താരവും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന കോ വെൻജെ അഴിമതി ആരോപണത്തിൽ കുടുങ്ങി. ശിക്ഷിക്കപ്പെട്ടാൽ 28.5 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. തായ്പേയ് മേയറായിരിക്കെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ട് $500,000 കൈക്കൂലിയെ സ്വീകരിച്ചതായും ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് പ്രചരണ ചെലവുകൾ തെറ്റായി നൽകിയതായും അഴിമതിയായി ആരോപിക്കുന്നു. തൈവാനിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയും പ്രധാന പ്രതിപക്ഷമായ കുമിൻറ്റാങ്ങും ഒരുപോലെ ഭയക്കുന്ന രാഷ്ട്രീയ നേതാവാണ് കോ വെൻജെ. ഇന്ത്യ സിമന്റ്സിന്റെ CEO ആൻഡ് MD സ്ഥാനം N ശ്രീനിവാസൻ രാജിവെച്ചു. എല്ലാ ബോർഡംഗങ്ങളും രാജിക്കത്ത് നൽകി. കമ്പനിയുടെ 32% ഓഹരികൾ ഏറ്റെടുക്കാനുള്ള അൾട്രാടെക് സിമന്റിന്റെ 7,000 കോടി രൂപയുടെ ഡീലിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനുമതി നൽകിയതിന് പിന്നാലെയാണ് രാജ്യപ്രഖ്യാപനം. ഈ മാസം ആദ്യമാണ് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അൾട്രാടെക് സിമന്റ് ഇന്ത്യ സിമന്റ്സിന്റെ ഓഹരി വാങ്ങിയത്. 10.13 കോടി ഇക്വിറ്റി ഓഹരികൾ വാങ്ങി കമ്പനിയിൽ 32%-ലധികം ഓഹരി വീതം സ്വന്തമാക്കിയതോടെ ഇന്ത്യ സിമന്റ്സ് അൾട്രാടെക് സിമന്റ്സിന്റെ സഹോദര സ്ഥാപനമായി. ഇതോടെ ഇന്ത്യ സിമന്റ്സിന്റെ വൈസ് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവിയാണ് N ശ്രീനിവാസൻ ഉപേക്ഷിച്ചത്. സഹോദരി രൂപ ഗുരുനാഥ്, ഭാര്യ ചിത്ര ശ്രീനിവാസൻ, VM മോഹനൻ എന്നിവരും ഇന്ത്യ സിമന്റ്സിന്റെ ഡയറക്ടർ ബോർഡ് അംഗത്വം രാജിവെച്ചു. ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ തകർപ്പൻ പ്രകടനങ്ങളുടെ റെക്കോർഡ് റേറ്റിംഗ് പോയിന്റുമായി ICC ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ജസ്പ്രീത് ബുംറ. ടെസ്റ്റിൽ ഒരു ഇന്ത്യൻ ബോളറുടെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് എന്ന R അശ്വിന്റെ റെക്കോർഡിനൊപ്പം എത്താനും ബുംറയ്ക്കായി. 904 റേറ്റിംഗ് പോയിന്റാണ് ഇപ്പോൾ ബുംറയ്ക്കുള്ളത്. താരത്തിന്റെ കരിയറിലെ ബെസ്റ്റ് റേറ്റിംഗ് കൂടിയാണിത്. അതേസമയം ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ച് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നേടി, ബുംറ 3 വിക്കറ്റ് എടുത്തു. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റും സ്റ്റീവ് സ്മിത്തും നോട്ട് ഔട്ടായി ക്രീസിലുണ്ട്. അശ്വിന് പകരം ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങിയത് സുന്ദറായിരുന്നു. ബ്രിട്ടനിൽ പകൽ മധ്യ തെക്കൻ സ്കോട്ട്ലൻഡിനെയും വടക്കൻ അയർലൻഡിന്റെ ചില ഭാഗങ്ങളെയും മഴ ബാധിച്ചേക്കാം. മേഘാവൃതമാണെങ്കിലും വടക്കൻ സ്കോട്ട്ലൻഡിലുടനീളം തെളിച്ചമുള്ളതും എന്നാൽ തണുപ്പുള്ളതുമായ അന്തരീക്ഷമായിരിക്കും. രാത്രി മധ്യ വടക്കൻ സ്കോട്ട്ലൻഡ് ചില ഭാഗങ്ങളിൽ മഴയുണ്ടായേക്കാം. മറ്റിടങ്ങളിൽ സൗമ്യമായ കാലാവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഇന്നലത്തേക്കാൾ കുറഞ്ഞു. ഒരു പൗണ്ട് 106.96 ഇന്ത്യൻ രൂപ. ഇന്നലെ 107.55 രൂപയായിരുന്നു. ഒരു ഡോളർ 85.3 രൂപ. ഒരു യൂറോ 88.57 രൂപ. ഒരു ഡോളർ 0.8 പൗണ്ട് സ്റ്റെർലിംഗ്. ടോപ് 10 ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.